ഇന്നത്തെ വചനചിന്ത, പിശാചിന് ഇടം കൊടുക്കരുത്. ധനികനായ ഒരു മനുഷ്യൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും വക്കീലന്മാരും തൻ്റെ സ്വത്തുക്കൾ വീതം വയ്ക്കുവാൻ ഒരുമിച്ച് കൂടി. അദ്ദേഹത്തിൻ്റെ വിൽപത്രം തുറന്നു. എല്ലാവരും അതിനുള്ളിലെ അയാളുടെ അന്ത്യാഭിലാഷം കാണുവാൻ ആകാംക്ഷയുള്ളവരായി. അയാളുടെ സ്വത്തിലൊക്കെ ആർക്കായിരിക്കും ലഭിക്കുക? അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ സ്വത്തുക്കളെല്ലാം പിശാചിന് ഞാൻ ദാനമായി നൽകുന്നു. എല്ലാവരും അമ്പരന്നു. തൻ്റെ വിൽപത്രത്തിന് വിരോധമായി ഒന്നും ചെയ്യുവാനോ വീതിക്കുവാനോ ആർക്ക് സാധ്യമല്ല. അവർ കൂട്ടം കൂടി ആലോചിച്ചു. അദ്ദേഹത്തിൻ്റെ വക്കീലന്മാർ അവസാനം ഒരു തീരുമാനത്തിലെത്തി. ആ സ്വത്തുക്കൾ വീണ്ടും എല്ലാം ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ടേക്കുക. ആരും അതിലേക്ക് പ്രവേശിക്കരുത്. വീടിൻ്റെ വാതിൽ കുറ്റിയിട്ട് ഗേറ്റ് പൂട്ടിയിട്ടു. അതിലേക്ക് ആർക്കും പിന്നെ പ്രവേശിക്കുവാൻ സാധ്യമായില്ല. സകലതും ജീവനില്ലാതെ പിശാചിൻ്റെ സ്വത്തുക്കളായി അവശേഷിച്ചു. അങ്ങനെയാണ്, എന്തെങ്കിലും പിശാചിൻ്റെതാകണമെങ്കിൽ അതിൽ ഒന്നും ചെയ്യാതെ ഉപേക്ഷിച്ചാൽ മതി. നമ്മുടെ ജീവിതത്തെ പിശാചിൻ്റെ സ്വത്താകുവാൻ നാം അനുവദിക്കരുത്. ദൈവിക ജീവനിൽ പ്രവേശിക്കാതെ നമ്മുടെ കതവുകൾ കൊട്ടിയടയ്ക്കരുത്. ഒരുപക്ഷെ മറ്റുള്ളവർ താങ്കളോട് ചെയ്ത എന്തെങ്കിലും ദ്രോഹത്തിൻ്റെ പേരിൽ ദൈവത്തോട് പിണങ്ങിയ ഒരു വ്യക്തിയായിരിക്കാം താങ്കൾ. എന്നാൽ തിരിച്ചറിയുക, ആരും അറിയാത്ത, ആരും കയറാത്ത ആ ഇടങ്ങളിലേക്ക് ദൈവിക ജീവൻ്റെ വ്യാപാരമുണ്ടാകണം. നാളുകളായി അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ ദൈവത്തിൻ്റെ പരിവർത്തനത്താൽ തുറക്കപ്പെടണം. ദൈവിക വെളിച്ചം അവിടെ വ്യാപരിക്കണം. നീതി സൂര്യൻ്റെ കിരണങ്ങൾ അവിടേക്ക് കയറണം. പിശാചിൻ്റെ മരണവാശങ്ങൾ ഓരോന്നായി പൊട്ടിമാറണം. മരണത്തിൻ്റെ ചങ്ങലകൾ ഓരോന്നായി അഴിഞ്ഞു പോകണം. അലസമായ മനസ്സ് പിശാചിൻ്റെ ഉപകരണമാണ്. അലസതയുടെയും മടിയുടെയും മന്ദതയുടെയും ശക്തികൾ താങ്കളിൽ നിന്ന് അഴിഞ്ഞു പോകണം. ആ മനസ്സുകൊണ്ട് പിശാച് താങ്കളെ തന്നെ കഠിനമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ തിരിച്ചറിയുക, ദൈവത്തിന് ജീവൻ നൽകാനാകാതെ പിശാച് നശിപ്പിച്ച ഒരു മേഖലയും താങ്കളുടെ ജീവിതത്തിൽ ഇല്ലെന്ന് തിരിച്ചറിയുക. താങ്കളുടെ കണ്ണുകളിൽ, കാതുകളിൽ, എല്ലാ ഇന്ദ്രിയങ്ങളിലും ദൈവത്തിൻ്റെ സമൃദ്ധമായ ജീവൻ പകരണം. ഒരു ശബത്തിൽ യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ച ഒരു കൂനിയായ സ്ത്രീ ഉണ്ടായിരുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം പ്രകാരം വായിക്കുന്നു: ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി രോഗാത്മാവ് ബാധിച്ച് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്കെ വിളിച്ചു, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട് വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചു കൊള്ളുവിൻ, ശബത്തിൽ അരുത് എന്ന് പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 40 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ രക്തസ്രവക്കാരി സ്ത്രീയുടെ രോഗകാരണം ബാധയായിരുന്നു. കൂനയായ സ്ത്രീയുടെ കൂനിൻ്റെ കാരണം പിശാചായിരുന്നു. അതിനാൽ പിശാചിന് ഇടം കൊടുക്കരുത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 10-ാം വചനം പ്രകാരം വിളിച്ചു പറയുന്നു: മോഷ്ടിപ്പാനും മറപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാതെ കൂലിക്കാരൻ ചെന്നായിയെ വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായ അവയെ ഇടിക്കുകയും ചിഹ്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയൻ. പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്. അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, ഈ നാളുകളിൽ പിശാചിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ദൈവവചനത്തിൽ വേരൂന്നി
കർത്താവിൽ ആശ്രയിച്ച് ഹൃദയം പൂർണ്ണമായി യേശുവിന് തുറന്നു കൊടുത്തുകൊണ്ട് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് മുന്നോട്ട് വിശ്വാസത്തോടെ ചലിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവർക്കും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.